മൂന്നാം മോദി സർക്കാരിലും മന്ത്രിയായി ഇത്തവണയും നിർമ്മല സീതാരാമനുണ്ട്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത്. മോദിയുടെ 3 സർക്കാരിലും മന്ത്രിയായിരുന്ന ഏക വനിതയെന്ന നേട്ടമാണ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മോദി സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു അവർ. വനിതാ മന്ത്രി എന്ന നിലയിൽ വലിയ റെക്കോർഡാണ് നിർമ്മല സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി സുപ്രധാനമായ സാമ്പത്തിക നയങ്ങൾ പലതും നടപ്പാക്കിയെടുത്ത ധനമന്ത്രി എന്ന പേരും നിർമ്മലയ്ക്കുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ സുപ്രധാനപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾ പലതും നിർമ്മല സീതാരാമൻ നടപ്പാക്കിയിരുന്നു. അതേസമയം സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തിന്റെ പേരിലും തൊഴിലില്ലായ്മയിലും രൂക്ഷമായ വിമർശനവും അവർ നേരിടേണ്ടി വന്നിരുന്നു. 2014 നിർമ്മല സീതാരാമൻ ആദ്യമായി മന്ത്രിസഭയിൽ ഇടം പിടിക്കുന്നത്. വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു അവർ. 2017 പ്രതിരോധ മന്ത്രാലയവും അവരുടെ കൈകളിലേക്ക് എത്തി. സർക്കാരിന്റെ നിർണായക നയങ്ങൾ ഈ സമയം പ്രതിരോധ വകുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ നിർമ്മലയ്ക്ക് സാധിച്ചിരുന്നു. അതുപോലെ രാജ്യത്ത് ആദ്യമായി ധനകാര്യ മന്ത്രി സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാക്കിയ ആദ്യ വനിത എന്ന റെക്കോർഡും നിർമ്മലയ്ക്ക് സ്വന്തമാണ്. അരുൺ ജെയ്റ്റ്ലി അസുഖബാധിതനായതോടെയാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ പദവി നിർമ്മലയ്ക്ക് ലഭിച്ചത്. നേരത്തെ ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ ഹ്രസ്വകാലത്തേക്ക് ധനകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്തിരുന്നു. അന്ന് ഇന്ദിര പ്രധാനമന്ത്രിയായിരുന്നു. അതേസമയം മൻമോഹൻ സിംഗിനും അരുൺ ജെയ്റ്റ്ലിക്കും ശേഷം ഒരു ഫുൾ ടൈം സാമ്പത്തിക മന്ത്രിയായി പൂർത്തിയാക്കാനും നിർമ്മലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ ശക്തമായി ഉയർത്തി കാണിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ധനമന്ത്രി കൂടിയാണ് നിർമ്മല സീതാരാമൻ. ധനമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ കോർപ്പറേറ്റ് നികുതി കുറയ്ക്കുകയാണ് നിർമ്മല ചെയ്തത്. 30% നിന്ന് 22% കോർപ്പറേറ്റ് നികുതി കുറഞ്ഞത്. നോട്ട് നിരോധനവും GSTയും കാരണം സമ്പദ് മേഖല തരിപ്പണമായിരുന്നു. ഇതിനെ മെച്ചപ്പെടുത്തിയെടുക്കാനായിരുന്നു ഈ നീക്കം. അതിനുശേഷം കോവിഡ് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചെങ്കിലും നിരവധി പദ്ധതികളും സഹായങ്ങളും പാവപ്പെട്ടവർക്കായി ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തെ തന്നെ വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ആ സമയം ഇന്ത്യ മാറുകയുണ്ടായി. 20 ലക്ഷം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും കോവിഡ് കാലത്ത് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഇന്ത്യയുടെ GDPയുടെ 10%. അതേസമയം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്ന മൂന്നാം മോദി സർക്കാരിൽ നിന്ന് കഴിഞ്ഞ മന്ത്രിസഭയിലെ 3 പേരാണ് ഇത്തവണ പുറത്തേക്ക് പോയത്. സ്മൃതി ഇറാനി, അനുരാഗ് താക്കൂർ, നാരായൺ റാണെ തുടങ്ങിയ മുൻ മന്ത്രിമാരെ ഒഴിവാക്കിയതായാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ മന്ത്രിസഭയിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു ഇവർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതാണ് സ്മൃതി ഇറാനിക്ക് തിരിച്ചടിയായത്. ഇത്തവണ അമേഠിയിൽ തന്നെ മത്സരിച്ച സ്മൃതി ഇറാനിക്ക് പക്ഷേ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച ലാഘവത്തിൽ ഇക്കുറിയും മത്സരം ഏകപക്ഷീയമായി പിടിച്ചടക്കാൻ എന്ന് കരുതിയ സ്മൃതിയെ കോൺഗ്രസ് നേതാവ് കിഷോരിലാൽ ശർമ്മ പരാജയപ്പെടുത്തുകയായിരുന്നു. ഏകദേശം 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു കിഷോരിലാലിന്റെ വിജയം. മറുഭാഗത്ത് അനുരാഗ് താക്കൂറും നാരായൺ റാണയും ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നവരാണ്. എന്നാൽ ഇവരെയും ഇക്കുറി പരിഗണിക്കുന്നില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കഴിഞ്ഞ സർക്കാരിലെ 3 BJP മന്ത്രിമാർ ഇതോടെ ഇത്തവണ ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.